ഇന്നലെ രാത്രിയിൽ വൈകും വരെ നിങ്ങളെല്ലാം വിളിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഞാൻ പറഞ്ഞത് ഒറ്റ വാചകമാണ്. കേൾക്കുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ, അറ്റ് ദാറ്റ് മോമെന്റ് ഐ വാസ് നോട്ട് ഷുവർ ഓഫ് ദാറ്റ്. കേൾക്കുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ അത് മുന്നണി മര്യാദകളുടെ ലംഘനമാണെന്നാണ് അന്ന് ഞാൻ പറഞ്ഞത്, ഇന്നലെ പറഞ്ഞത്. അത് ശരിയായിരുന്നു, ആ വാർത്ത ശരിയായിരുന്നു, ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആവർത്തിച്ച് CPI പറയുന്നു, ആ ഒപ്പിടൽ മുന്നണി മര്യാദകളുടെ ലംഘനമാണ്. അത്തരം ലംഘനം LDFിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. LDF അങ്ങനെയല്ല ഗൗരവമേറിയ പ്രശ്നങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത്. അതല്ല LDFിന്റെ വഴി. LDFിന്റെ വഴി ഇടതുപക്ഷ വഴിയാണ്. അതിൻ്റെ വഴി ജനാധിപത്യ വഴിയാണ്. ആ ജനാധിപത്യത്തിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ആശയങ്ങളെയും മൂല്യങ്ങളെയും മറന്നുകൊണ്ട് ഇപ്രകാരം പോകുന്ന ഈ ശൈലി തിരുത്തപ്പെടേണ്ട ഒന്നാണ്. അത് തിരുത്തിയേ തീരൂ. ആ കാര്യം കാണിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് LDF കൺവീനർക്ക് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. ആ കത്ത് LDFിലെ എല്ലാ ഘടക പാർട്ടികൾക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. ആ കത്തിലെ സാരാംശം ഇതാണ്: LDFിലെ തീരുമാനം കൈക്കൊള്ളുന്ന വഴികളെ പറ്റിയുള്ള CPI കാഴ്ചപ്പാടാണ്. ഇതല്ല വഴിയെന്ന് LDFിനകത്ത് CPIക്ക് ഉറച്ചു പറയാനുള്ള അവകാശമുണ്ട്. അത് പറയുന്നു ഞങ്ങൾ. PMCയെ പറ്റി ലഭ്യമായിട്ടുള്ള രേഖകളെല്ലാം ഞങ്ങൾ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും കണ്ടേക്കാൻ രേഖകളില്ല. നാനാഭാഗത്തു നിന്നും ഞങ്ങളത് ശേഖരിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. PMCയെ പറ്റി ഞങ്ങൾ മനസ്സിലാക്കിയത് അത് NEPയുടെ ഒരു ഷോക്കേസാണെന്നാണ്. ഇതാണ് ഞങ്ങൾ വായിച്ച വരികൾ. ഞാൻ ആദ്യ ഭാഗം വായിക്കുന്നില്ല. സ്റ്റേറ്റ്സ്, UTs, KVS, JNV will implement all the provisions of National Education Policy NEP 2020 in entirety within the entire states or UT or KVS or JNV as the main objective of this scheme is to showcase the implementation of NEP 2020 through the PMC schools. ഇതാണ് ഞങ്ങൾ വായിച്ച രേഖയിലുള്ളത്. ഇതാണ് അതിലുള്ളതെങ്കിൽ, വാസ്തവത്തിൽ ഞങ്ങളുടെ രേഖ ഇതാണ്, ഇത് തന്നെയാണ് ഉള്ളതെങ്കിൽ ഇതാണ് എൻ്റെ പ്രശ്നം. ഒരു പേരല്ല പ്രശ്നം, അല്ല പ്രശ്നം ഇതാണ്. ഷോക്കേസ് ചെയ്യാൻ അതിൻ്റെ അർത്ഥം എന്താണ്? ഇൻ ദ ലോങ് റൺ അതെങ്ങോട്ട് പോകും? അതേപ്പറ്റി ഇടതുപക്ഷത്തിന് ആശങ്കയുണ്ട്. ഈ ആശങ്ക CPIയുടെ മാത്രം ആശങ്കയല്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഞങ്ങളുടെ പാർട്ടിയുടെ ബോധ്യത്തിൽ CPMനുമുണ്ട് ഇതേ ആശങ്കകൾ. ഒന്നിലേറെ പ്രാവശ്യം CPIയെ പോലെ തന്നെ CPMും ഈ ആശങ്ക സകാരണമാണത് അത് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് CPIയും CPMും മാത്രമല്ല, എല്ലാ ഇടതുപക്ഷ പാർട്ടികളും, എല്ലാ മതേതരവാദികളും, ജനാധിപത്യ മൂല്യങ്ങളെ ഉൾക്കൊള്ളുന്നവരെല്ലാവരും
ഒരുപോലെ ഈ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. അതിന് വെളിച്ചത്തിലാണ് ഇന്ത്യയിലെ മഹത്തായ ചരിത്രമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനം, AISF മാത്രമല്ല, AISF-ഉം SFI-യും എല്ലാം അടങ്ങുന്ന മഹത്തായ വിദ്യാർത്ഥി പ്രസ്ഥാനം, സമര പാരമ്പര്യങ്ങളുടെ കാര്യത്തിൽ ഒട്ടും ചെറുതല്ലാത്ത അധ്യാപക പ്രസ്ഥാനം, അവരെല്ലാം സമരപാതയിലാണ്. ആ സമരപാതയിൽ നിന്ന അധ്യാപക പ്രസ്ഥാനം, വിദ്യാർത്ഥി പ്രസ്ഥാനം, ബഹുജന പ്രസ്ഥാനം അവരെല്ലാവരും പ്രതീക്ഷയോടെ നോക്കിയതാണ് ഇടതുപക്ഷത്തെ. നാളെയും നോക്കേണ്ടത് ഈ പക്ഷത്തെയാണ്. ഈ പക്ഷം മാത്രമാണ് പ്രതീക്ഷയുടെ പക്ഷം. LDF മാത്രമാണ് ശരി. അതുകൊണ്ട് പിന്തിരിപ്പൻ നയങ്ങൾക്കെതിരായി, വർഗീയ ഭ്രാന്തിനെതിരായി, വിദ്യാഭ്യാസ രംഗത്തെ വർഗീയ വക്രീകരണത്തെ ചെറുക്കാൻ വേണ്ടി, വിദ്യാഭ്യാസ രംഗത്തെ വാണിജ്യ കഴിവുകളെ ചെറുക്കുവാൻ വേണ്ടിയുള്ള എല്ലാ സമരങ്ങളിലും ഇടപെട്ടു പോരുന്ന വിദ്യാഭ്യാസ പ്രേമികളാകെ ഇന്ത്യയിലെമ്പാടും ഉറ്റുനോക്കുന്ന രാഷ്ട്രീയ പക്ഷമാണ് ഇടതുപക്ഷം. ആ കർത്തവ്യത്തിന്റെ ഭാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബോധ്യമുണ്ട്. അതിൽ വിശ്വാസമാണ്, ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം. അതിനെ മാനിക്കണം ഇടതുപക്ഷം. അങ്ങനെ വരുമ്പോൾ PMC പോലെ ഒന്നിൽ ഇടപെടുമ്പോൾ പലവട്ടം ചിന്തിക്കണം ഒരു ഇടതുപക്ഷ ഗവൺമെന്റ്, പലവട്ടം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.